മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 35 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനത്ത് വിരുന്നുകളിൽ അഗ്രാസനങ്ങളിലും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ചിലര് മേനി നടിച്ച് നടക്കുന്നവരുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള മേനി നടിച്ച് നടക്കുകയും പ്രമുഖ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുകയും മുഖ്യസ്ഥാനങ്ങളിൽ ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അവർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. അവർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പറയും. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന സകല കാര്യങ്ങൾക്കും എതിരെ നമ്മൾ പ്രതികരിക്കും. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, മറ്റുള്ളവരുടെ നന്മയെ കാണാൻ എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചു നോക്കണം. മേനി പറഞ്ഞ് നടക്കലല്ല, മേനി നടിച്ചു നടക്കലല്ല ദൈവത്തിന്റെ സന്നദ്ധിയിൽ കൃപ കണ്ടെത്താനുള്ള വഴി. നന്മയുടെ ജീവിതം നയിക്കുക എന്നുള്ളതാണ്, വിശുദ്ധിയുടെ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നമുക്ക് പരിശോധിച്ചു നോക്കാം. ഈ നോമ്പുകാലത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും എതിരെ പ്രതികരിക്കുകയും എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ പ്രമുഖ സ്ഥാനത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നന്മ ചെയ്ത് ജീവിക്കാനാണ്. നമുക്ക് കഴിവുള്ള നന്മ മറ്റുള്ളവർക്ക് ചെയ്യണം. അതൊരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയായിരിക്കാം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ സമയമായിരിക്കാം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതെന്താണോ അത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, നമ്മുടെ സമൂഹത്തിൽ നമ്മിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന നന്മ ചെയ്ത് ജീവിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മേനി പറഞ്ഞ് നടക്കലല്ല, ഉപരി നന്മയുടെ ജീവിതമാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള വഴി. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെയും ജീവിതത്തിന്റെ സകല കാര്യങ്ങളെ ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും ജീവിത വഴികളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും പൈശാചിക ശക്തികളെയും നാരകീയ ശക്തികളെയും ദുരാത്മശക്തികളെയും തടസ്സങ്ങളെയും രോഗങ്ങളെയും അസ്വസ്ഥതകളെയും ആപത്തുകളെയും അപകടങ്ങളെയും ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.